ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഫാബുലസ് ലൈഫ്. നമ്മളിപ്പോൾ ലൈഫിൻ്റെ ഏത് ഘട്ടത്തിലാണെങ്കിലും ഏത് സ്റ്റേജിലാണെങ്കിലും നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ഈ ഒരു സ്റ്റേജിലേക്ക് എത്താൻ നമ്മുടെ ചിന്തകളും കാരണമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ഒരു 5 വർഷം മുൻപുള്ള നിങ്ങളുടെ ലൈഫ് എങ്ങനെയായിരുന്നു? ഇപ്പോൾ നിങ്ങൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? 5 വർഷം മുൻപുള്ള നിങ്ങളുടെ മൈൻഡ് സെറ്റ്, നിങ്ങളുടെ ചിന്തകളൊക്കെ എങ്ങനെയായിരുന്നു? ഇപ്പോൾ നിങ്ങളുടെ ചിന്തകളും അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റൊക്കെ ഏത് ലെവലിലാണ് എത്തി നിൽക്കുന്നത്? ഒന്ന് ഓർത്ത് നോക്കാം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിൽ ക്ലിയർ ആക്കാൻ പോകുന്നത് നമ്മുടെ ചിന്തകൾ എങ്ങനെയാണ് വിജയിക്കുന്നതിൽ നിന്നും തടഞ്ഞു നിർത്തുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊരു പേഴ്സണൽ കോച്ചിങ് ആയിട്ട് തന്നെ എടുക്കാം. കാരണം ചിന്തകൾ എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് കഴിയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ ബ്ലോക്ക് ഉള്ളത് അതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് കഴിയും. ഇതിലൊന്നും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് കോച്ചിങ്ങിൽ പങ്കെടുക്കാം. നാളെ, അതായത് മെയ് 4 പുതിയ ഗ്രൂപ്പ് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മെൻ്റൽ ഹൈജീൻ എന്നാണ് ഗ്രൂപ്പിൻ്റെ പേര്. ആ പേര് പോലെ തന്നെ നമ്മുടെ മനസ്സ് ഫുള്ളായിട്ട് ക്ലീൻ ആക്കാനുള്ള 40 ദിവസത്തെ ജേണിയാണ് കേട്ടോ. ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പോയിൻറ്റ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ കാര്യം, നെഗറ്റീവ് ചിന്തകൾ കൂടുതലാണെങ്കിൽ നമ്മൾ ഏതൊരു കാര്യവും തുടങ്ങുന്നതിന് മുൻപ് ഒരുപാട് ആവശ്യത്തിലേറെ ആലോചിച്ച് ആ ഒരു കാര്യം ക്യാൻസൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ അത് തോൽക്കാൻ ഉള്ള കുറേ കാര്യങ്ങളാണ് മനസ്സിലേക്ക് വന്നത്. നിങ്ങൾ ആ ഒരു ബിസിനസ് ചെയ്യുന്നത് മനസ്സിൽ കാണുന്നു, അതിൻ്റെ തോൽവി മനസ്സിൽ കാണുന്നു, ആ ഒരു ബിസിനസ് വേണ്ടെന്ന് വെക്കുന്നു. അതിൻ്റെ ഓപ്പോസിറ്റാണ് ചിന്തിച്ചതെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻസ് ആയിരിക്കും നിങ്ങൾ കണ്ടുപിടിക്കുക. ഏതൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ പരിഹരിക്കാം എന്നായിരിക്കും നിങ്ങൾ നോക്കുക, എന്തൊക്കെ ചെയ്യണം എന്നായിരിക്കും നോക്കുക. പക്ഷേ നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ വരാനിരുന്ന ഒരു സക്സസ് ആണ് നമ്മൾ ശരിക്കും സ്റ്റോപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റും സംഭവിക്കാം അല്ലേ? ആദ്യം നമുക്ക് വേണമെങ്കിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കാം. നെഗറ്റിവിറ്റിക്ക് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തക്ക് നമുക്ക് ചെറിയൊരു പെർസെൻറ്റേജ് മാത്രം കൊടുക്കാം. നമ്മുടെ ദിവസം മുഴുവൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് നെഗറ്റീവ് പാറ്റേണിലായിരിക്കും. അതുകൊണ്ട് മാത്രം നമുക്കൊരുപാട് പൈസ നഷ്ടമാവുന്നുണ്ടാവും, നമ്മുടെ സമയം നഷ്ടമാവുന്നുണ്ടാവും, നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോകുന്നുണ്ടാവും. നിങ്ങളിലേക്ക് വരാനിരുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തട്ടിക്കളഞ്ഞിട്ടുണ്ടാവും. എന്തുകൊണ്ട്? ഈ ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്ത കൊണ്ട്. നമുക്ക് അധിക കാര്യവും നേടാൻ പറ്റാത്തത് കഴിവില്ലാത്തത് കൊണ്ടായിരിക്കില്ല. കഴിവില്ലാത്ത മേഖല ഉണ്ടാവും, കഴിവുള്ള മേഖല ഉണ്ടാവും. കഴിവുള്ള മേഖലയിൽ പോലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്തത് പലതരം പേടികൾ കൊണ്ടാണ്. ഈ പേടി എന്താണ്? നെഗറ്റീവായിട്ടുള്ള ഒരു ഇമോഷനാണ്. പേടി എപ്പോഴും നെഗറ്റീവായിട്ടുള്ള ഇമോഷനല്ല. പേടി കൂടുമ്പോഴാണ് അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്. നെഗറ്റീവായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്നത് കൊണ്ട് മാത്രം, പോസിറ്റീവായിട്ട് ഓവർ തിങ്ക് ചെയ്യാം, അത് വേറൊരു പോയിൻ്റാണ്, അത് ക്ലിയർ ആക്കാം. നെഗറ്റീവായിട്ട് ഈ കാട് കയറി ചിന്തിക്കുന്നത് കൊണ്ട് മാത്രം നമ്മുടെ ലൈഫിൽ എത്രയോ പ്രശ്നങ്ങൾ ഓരോ ദിവസവും ഉണ്ടാവുന്നുണ്ട്. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ 2 പേര് പാർട്ട്നേഴ്സ് അടുത്തടുത്തിരിക്കുന്നു, 2 പേര് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ ഒരു കാര്യം മറ്റേയാളോട് പറയുന്നു, മറ്റേയാൾ ഫോൺ നോക്കുന്ന തിരക്കിൽ ഒന്ന് മൂളുന്നു എന്ന് മാത്രം പറയുന്നു. അപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ ചിന്തിക്കുകയാണ്, ഓക്കെ, എന്ത് പറഞ്ഞാലും ഇങ്ങനെ തന്നെയാണ്, അന്നിങ്ങനെ ചെയ്തില്ലേ, ഇന്നങ്ങനെ പറഞ്ഞില്ലേ എന്നുള്ള രീതിയിൽ കുറേ ചിന്തിക്കുകയാണ്. ഈ അടുത്തിരുന്ന് മൊബൈൽ നോക്കുന്ന ആൾ ആ റീലിൽ മുഴുകി സന്തോഷത്തിലിരിക്കുന്നു. പക്ഷേ മറ്റേ ആൾ ചിന്തിച്ച് കല്യാണത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലുള്ള കാര്യങ്ങൾ പോലും എടുത്തിട്ടുണ്ടാവും, മനസ്സിൽ കൊണ്ടുവന്നിട്ടുണ്ടാവും. അവിടെ സ്വയം സഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്, സ്വയം വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെ? ഓവറായിട്ട് നെഗറ്റീവ് ചിന്തിച്ച് കൂട്ടിയിട്ട്. ഇനി ഇതിന് പകരം നമുക്ക് പോസിറ്റീവായിട്ടും ഓവർ തിങ്ക് ചെയ്യാം അല്ലേ? പോസിറ്റീവായിട്ടുള്ള ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വപ്നം കാണലാണ്. അത് ഏത് വിഷയത്തിലും നമുക്ക് ഓവർ തിങ്ക് ചെയ്യാം. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ അവർ കളിക്കുമ്പോൾ അവരെ നോക്കിക്കൊണ്ട് അവർ നാളെ ഇങ്ങനെയാവും, എന്നിട്ട് ഇന്ന പോലെ സംഭവിക്കും, എന്നിട്ട് അവർ ഇന്ന സ്ഥലത്തായിരിക്കും പഠിക്കുന്നുണ്ടാവുക, അപ്പോൾ ഞാൻ അവരെ ഇന്ന പോലെ വിസിറ്റ് ചെയ്യും. ഈ രീതിയിൽ നമുക്ക് ഓവർ തിങ്ക് ചെയ്യാം. പക്ഷെ നമ്മൾ സാധാരണ ഓപ്പോസിറ്റ് വേയിലാണ് ഓവർ തിങ്ക് ചെയ്യാറുള്ളത്, നെഗറ്റീവായിട്ട് മാത്രം. സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാൾ ഓവർ തിങ്ക് ചെയ്യുന്നത് ഈ പോസിറ്റീവായിട്ടുള്ള കാര്യത്തിലാണ് എന്നുള്ളതാണ് സത്യം. ഇനി ഫുൾ ടൈം തലക്കകത്താണ് നമ്മൾ ജീവിക്കുന്നെങ്കിൽ എന്താണ് സംഭവിക്കുക? എല്ലാം തലക്കകത്ത്. നമ്മൾ തന്നെ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നു, നമ്മൾ തന്നെ അതിനുള്ള മറുപടിയും പറയുന്നു. ജീവിതം മുഴുവനും തലൻ്റെ ഉള്ളിലാണെങ്കിൽ നമ്മുടെ ലൈഫ് എങ്ങനെയിരിക്കും? ചിന്തകൾ കൊണ്ട് മാത്രം നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാവും. പിന്നീട് ആലോചിക്കുമ്പോൾ തമാശ തോന്നുന്നതും അല്ലെങ്കിൽ റിഗ്രറ്റ് തോന്നുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. നമ്മൾ നമ്മുടെ തലക്കകത്ത് തന്നെ ജീവിക്കുമ്പോൾ പുറത്തുള്ള വേൾഡുമായിട്ട് ആ ഒരു ഡിസ്കണക്ഷൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത്, കണക്ഷൻ കട്ടാവുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, മറ്റുള്ളവരെ കുറിച്ചാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്നത് ഏതൊക്കെ കാര്യത്തിലായിരിക്കും? ആദ്യത്തേത്, നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. നമ്മുടെ ഡ്രസ്സിങ്ങോ
നമ്മുടെ എന്തെങ്കിലും രീതികളോ ഒക്കെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മളിത് ചിന്തിക്കുന്നത് തന്നെ. അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ? ഇത് നിങ്ങളെ എത്രത്തോളം ബ്ലോക്ക് ചെയ്യുന്നുണ്ട്? മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഉയർന്നു വരുന്നുണ്ടോ അതോ താഴ്ന്നു പോകുന്നുണ്ടോ? ഇനി കമ്പയറിങ് അല്ലാതെ നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ആലോചിക്കുന്നുണ്ടാവുക. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആലോചിക്കുന്നത് കുറച്ച് സമയമായിരിക്കും. പക്ഷേ മറ്റുള്ളവരുടെ രീതികൾ ജഡ്ജ് ചെയ്യാൻ വേണ്ടി കുറേ ആലോചിക്കുന്നുണ്ടാവും. മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് ഓർക്കുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരുപാട് പേടികൾ കുടുങ്ങുന്നുണ്ട്. നമ്മൾ ഒരാളുടെ പാരൻറ്റിങ്, ആ ലേഡി ഇന്ന പോലെ ചെയ്തു, ഇങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ നാളെ നമ്മുടെ കുട്ടി ഒരു മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പേടി ഉള്ളിലേക്ക് കയറി വരും. അയ്യോ, ചുറ്റുമുള്ള ആൾക്കാർ എന്നെ ജഡ്ജ് ചെയ്യുന്നുണ്ടാവും, ചുറ്റുമുള്ളവർ എന്നെ വെറുക്കുന്നുണ്ടാവും എന്നുള്ള തോട്ട് അറിയാതെ തന്നെ കയറി വരും. ഇവിടെ നമ്മൾ നമ്മുടെ ചിന്ത കൊണ്ട് നമ്മളെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫ്രീ ആയിട്ടുള്ള പാരൻറ്റിങ്ങിൽ നിന്നും പിന്നെ കുട്ടികൾ ചെറുതായിട്ടൊരു മിസ്റ്റേക്ക് കാണിക്കുമ്പം തന്നെ അല്ലെങ്കിൽ ഒരു തെറ്റ് പറ്റിപ്പോകുമ്പം തന്നെ ഷൗട്ട് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. എങ്ങനെ? ആദ്യം എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? നമ്മുടെ തന്നെ ചിന്തയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇനി അടുത്തൊരു പാർട്ട് നോക്കാം. നിങ്ങളെക്കുറിച്ച് നിങ്ങളോട് റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ പ്രൊഡക്റ്റീവാണ്, ഡിസിപ്ലിൻഡ് ആണ്, ഞാൻ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളാണ് എന്നാണോ? അതല്ലെങ്കിൽ എനിക്കത് കഴിവില്ല, ചെയ്യാൻ പറ്റില്ല, സമയമില്ല, ഞാൻ കഷ്ടപ്പാടിലാണ്, എൻ്റെ സഫറിങ്സ് ഇപ്പോൾ ഒന്നും തീരില്ല എന്നാണോ? എന്ത് തന്നെയാണെങ്കിലും അത് നമ്മൾ വിശ്വസിച്ച് തുടങ്ങും. അതിനനുസരിച്ചേ പിന്നെ നമ്മൾ ബിഹേവ് ചെയ്യുള്ളൂ, പെരുമാറുള്ളൂ, അതിനനുസരിച്ചേ നമ്മൾ കാര്യങ്ങൾ ചെയ്യുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കാര്യം റിപ്പീറ്റ് ചെയ്ത് പറയണം എന്നല്ല കേട്ടോ. നമ്മളോട് സംസാരിക്കുമ്പോൾ കുറച്ചൊന്ന് സോഫ്റ്റ് ആവുക. ചെയ്യാൻ കഴിവില്ലാത്തൊരാളാണ് എന്ന് പറയുന്നതിന് പകരം ശ്രമിച്ച് നോക്കണം, സമയം ഉണ്ടാക്കണം, എന്നിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്ത് നോക്കണം. നാളെ ഇന്ന പോലെ ഞാൻ ടൈം ഫിക്സ് ചെയ്ത് ഇന്ന കാര്യം ചെയ്ത് നോക്കും. നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളെ നമ്മൾ ഏതുപോലെ സപ്പോർട്ട് ചെയ്യോ അതുപോലെ സപ്പോർട്ടീവായിട്ടുള്ള വേർഡ്സ് നമ്മളോട് ആവർത്തിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ വരും. പോസിറ്റീവ് അഫർമേഷൻ, ഇതുവരെ ലൈഫിൽ നടന്നിട്ടില്ലാത്ത പോസിറ്റീവ് അഫർമേഷൻ പറയണം എന്നില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പറയണം എന്നില്ല. ശ്രമിച്ച് നോക്കാം, നിനക്ക് പറ്റുമടാ എന്നുള്ള രീതിയിൽ സ്വയം പറഞ്ഞു നോക്കാം. നീ ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു നോക്കാം. ഇനി ഇത് കേൾക്കുമ്പോൾ അവനവനോട് ഇതൊന്നും പറയാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ, അത്രയ്ക്ക് വെറുപ്പാണ് സ്വന്തത്തോട് എന്നാണെങ്കിൽ എങ്ങനെ വിജയിക്കാൻ പറ്റും? പുറമേയുള്ള കാരണം കൊണ്ടാണോ സക്സസ് ബ്ലോക്ക് ആവുന്നത്? അവനവനോട് സ്നേഹമില്ല എന്നാണെങ്കിൽ, അതായത് സ്വന്തത്തോട് നല്ല രീതിയിൽ സംസാരിക്കാൻ തോന്നുന്നില്ല, ഒരുപാട് വെറുപ്പും അല്ലെങ്കിൽ ദേഷ്യമാണ് തോന്നുന്നത് എന്നാണെങ്കിൽ പിന്നെ എങ്ങനെ സക്സസ്ഫുൾ ആവും? എങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും? പുറത്തുള്ള ഒരു കാരണം കൊണ്ടല്ല നമുക്ക് ബ്ലോക്ക് വരുന്നത്. നമ്മളോട് റിപ്പീറ്റ് ചെയ്യുന്ന കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ബ്ലോക്ക് വരുന്നത്. പുറമേ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഒരുപാട് ഇഷ്യൂസിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാവാം. പക്ഷേ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സോഫ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര തവണ ഫെയിലായാലും കയറി വരാനായിട്ട് കഴിയും. ഇനി നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഒരുപാടുണ്ട്, പക്ഷേ നിങ്ങളുടെ പരമാവധി ട്രൈ ചെയ്യുന്നുണ്ട് എന്നാണെങ്കിലും സക്സസ് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്തുകൊണ്ടാണ്? നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഒരുപാടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വർക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച ആ ഒരു കാര്യത്തിൽ എത്തുന്നതിന് മുൻപേ തന്നെ നമ്മുടെ എനർജി ഡ്രെയിൻ ആവും. പിന്നെ ചെറിയൊരു ഫെയിലർ വന്നാൽ പോലും നമുക്കത് വലുതായിട്ട് ഫീൽ ചെയ്യും. ഈ നെഗറ്റീവ് തോട്ട്സൊക്കെ ചിലപ്പോൾ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതും അതല്ലെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാരിൽ നിന്നും നമ്മൾ പഠിച്ചെടുക്കുന്നതും ആയിരിക്കും കേട്ടോ. ഓരോ ചിന്തയും എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പറയുന്നത് പരാതിയാണോ അല്ലെങ്കിൽ പരിഹാരങ്ങളാണോ? പരിഹാരങ്ങളാണെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ പോസിറ്റീവാണ്, പരാതികളാണെങ്കിൽ ചിന്തകൾ നെഗറ്റീവാണ്. നമ്മുടെ ലൈഫിൽ കുറേ പ്രശ്നങ്ങളുണ്ടാവാം, പക്ഷേ എല്ലാറ്റിനും പരിഹാരമുണ്ടല്ലോ. ചില കാര്യങ്ങൾക്ക് നമുക്ക് അറ്റം കാണില്ല, പക്ഷേ ഒരു വിശ്വാസിയാണെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റില്ലേ? അധികം ആൾക്കാരും ഈ പരാതിയിൽ തന്നെ ജീവിക്കാനുള്ള മറ്റൊരു കാരണം, പരാതിക്ക് പകരം പരിഹാരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെയ്യാനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണാൻ തുടങ്ങും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരാൾ സാമ്പത്തികമായിട്ട് ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്നു. പരാതി പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നതിനിടയിൽ പരിഹാരത്തിലേക്കൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. പരിഹാരത്തിലേക്ക് നോക്കിയപ്പോൾ ഏതെങ്കിലും ചെറിയൊരു ജോബാണെങ്കിലും ആ ഒരു ജോബിൽ കയറി കുറച്ച് നാൾ അത് കണ്ടിന്യൂ ചെയ്താൽ ചെറിയൊരു ആശ്വാസം കിട്ടും എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അവിടെ ഡിസ്കംഫേർട്ട് തുടങ്ങുകയാണ്. ജോലിക്ക് പോകണം, അതുവരെ ഉണ്ടായ കംഫേർട്ട് പോയി. പരാതിയായിരുന്നു ഇതിനേക്കാളും നല്ലത്. ആ നെഗറ്റിവിറ്റി ആയിരുന്നു കംഫേർട്ട്. മറ്റേതിനിപ്പോൾ രാവിലെ എഴുന്നേറ്റ് കാര്യങ്ങൾ ചെയ്ത് ജോലിക്ക് പോകാമെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. എനിക്കറിയുന്നൊരു വ്യക്തി, ആൾ 10 വർഷത്തിന് മുൻപ് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ നല്ല ജോലിക്കേ കയറുള്ളൂ. കാരണം ഈ ഇന്നത്തെ കാലത്ത്
നല്ല ജോലിക്കല്ലാതെ കയറിയത് കൊണ്ട് കാര്യമില്ല. കാരണം ഫാമിലി ഉണ്ട്, ഒരുപാട് ചിലവുള്ളതാണ്. അപ്പോൾ നല്ല ജോലിക്ക് കയറാം. ചെറിയ ജോലിയിൽ കയറി മെല്ലെ എക്സ്പീരിയൻസ് ആക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. പക്ഷേ 10 വർഷത്തിന് ഇപ്പുറം നോക്കുമ്പോഴും ആ ആൾ നല്ല ജോലിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. 10 വർഷം മുൻപ് കയറിയിരുന്നതിൽ 10 വർഷത്തെ എക്സ്പീരിയൻസ് ആവുമായിരുന്ന ഒരാൾ ഇപ്പോഴും ആ ഒരു നല്ല ജോബിന് വേണ്ടി വെയിറ്റിങ്ങിലാണ്. ഫാമിലി വലുതായി, ബാധ്യതകൾ കൂടി. പക്ഷേ ഇന്നും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എല്ലാറ്റിനും കാരണം. അല്ലെങ്കിൽ പുറമേ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് ലൈഫിനെ ഈ ഒരു കോലത്തിലാക്കിയത് എന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവാണ്. പുറമേയുള്ള കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് പരാതികൾ പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും? അതിൽ തന്നെ ജീവിച്ച് മരിച്ചു പോകും. പക്ഷേ ഉള്ളിലേക്ക് നോക്കുന്ന ആൾക്കാർ, അവനവൻ്റെ ഹൃദയത്തിലേക്ക്, ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നോക്കുന്ന ആൾക്കാർ മെല്ലെ വെളിച്ചം കാണാനായിട്ട് തുടങ്ങും. നിങ്ങൾ എവിടെയാണ് നോക്കി ജീവിക്കുന്നത് എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുക. ചില ആൾക്കാർ മാനസികമായിട്ട് തയ്യാറെടുത്തുകൊണ്ടേയിരിക്കും, പക്ഷെ എന്ത് ചെയ്യില്ല? ആക്ഷൻ എടുക്കില്ല. മെൻ്റലി പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നോക്കുന്നുണ്ടാവും, ട്രൈ ചെയ്യുന്നുണ്ടാവും, പക്ഷേ ആക്ഷൻ എടുക്കില്ല. ആക്ഷൻ എടുക്കാതെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? അതുമില്ല. ആക്ഷൻ എടുത്തേ മതിയാവുള്ളൂ, ചെറുതാണെങ്കിലും. നമ്മുടെ ചുറ്റുമുള്ള സക്സസ്ഫുള്ളായിട്ടുള്ള ആൾക്കാരെ എടുത്ത് നോക്കിയാൽ ഈ സക്സസ്സിന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള നമുക്ക് തോന്നുന്ന സക്സസ്ഫുള്ളായി എന്ന് തോന്നുന്ന ആൾക്കാരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അധികം ആൾക്കാരും അധികം സപ്പോർട്ടൊന്നും കിട്ടാതെ വളർന്നു വന്ന ആൾക്കാർ തന്നെ ആയിരിക്കും. കൂരാക്കൂരിരുട്ടിൽ ജീവിക്കുന്ന സമയത്തും അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു സ്പാർക്കിൽ നിന്നാണ് അവർ സക്സസ്ഫുൾ ആയിട്ടുള്ളത്. ഒരു ചെറിയൊരു സ്വപ്നം. അപ്പോൾ ഇത് പറയുമ്പോൾ ചിലർക്കെങ്കിലും തോന്നാം, എൻ്റെ ഉള്ളിൽ ആ ഒരു സ്പാർക്ക് വരുന്നില്ലല്ലോ, എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷേ സ്പാർക്ക് വരുന്നില്ലല്ലോ എന്നുള്ളത് തോന്നാം. ചിലരെങ്കിലും പറയും, ഒരുപാട് കഷ്ടപ്പെട്ട അവസാനം എൻ്റെ സ്വപ്നങ്ങൾ പോലും കെട്ടടങ്ങി എന്നുള്ളത്. ഈ ഒരു സ്പാർക്ക് വീണ്ടും നിങ്ങൾക്ക് കിട്ടണം എന്നാണെങ്കിൽ നമ്മുടെ തോട്ട്സ് തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ചിലർ പറയും, എനിക്ക് സമാധാനം മതി, വേറൊന്നും വേണ്ട. എന്നാൽ മറ്റു ചിലർ പറയുന്നത്, എനിക്ക് ഒരുപാട് യാത്ര ചെയ്യണം, എനിക്ക് ഇന്ന സ്ഥലങ്ങളൊക്കെ കാണണം എന്നൊക്കെ ആയിരിക്കും. നമ്മുടെ ജീവിതം എവിടെയാണോ എത്തി നിൽക്കുന്നത് അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ് നമ്മളെപ്പോഴും സ്വപ്നം കാണാൻ നോക്കുന്നത്. നിങ്ങൾക്ക് സമാധാനമാണ് വേണ്ടതെങ്കിൽ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടത്. യാത്രയാണ് ചെയ്യേണ്ടതെങ്കിൽ അതിനുള്ള ആ പരിഹാരങ്ങൾ, അതിലേക്ക് എത്താൻ വേണ്ടി എന്തൊക്കെയാണോ വേണ്ടത് അതിലേക്കാണ് ചിന്ത കൊടുക്കേണ്ടത്. അതിലാണ് ഓവർ തിങ്ക് ചെയ്യേണ്ടത്. പുറത്തുള്ള കാര്യങ്ങളാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് എന്ന ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ നമ്മൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഫുള്ളായിട്ട് ഫ്രീ ആവാൻ കഴിയില്ല. ഇവിടെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനുള്ളത്, നിങ്ങളൊരു ദൈവവിശ്വാസിയാണെങ്കിൽ നിങ്ങളുടെ കൺട്രോളിലല്ല, അല്ലെങ്കിൽ മുന്നോട്ട് എന്ത് ചെയ്യണം എന്നറിയുന്നില്ല എന്നാണെങ്കിൽ എന്ത് ചെയ്യാം? ദൈവത്തിൽ അങ്ങ് കംപ്ലീറ്റ് ഏൽപ്പിച്ചു വെക്കാം. നിങ്ങളുടെ സാഹചര്യം, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഒക്കെയും പ്രാർത്ഥിച്ച് ദൈവത്തിൽ ഏൽപ്പിച്ചു വെക്കാം. മുൻപിലേക്കൊരു സ്റ്റെപ്പ് പോലും കാണാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ ചിലപ്പോൾ മുൻപിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ കഴിയുമ്പോൾ ഓക്കെ, അന്നിങ്ങനെ സംഭവിച്ചത് ഇന്ന കാര്യം കൊണ്ടായിരുന്നു എന്നുള്ളത് പിന്നെ നമുക്ക് ആ ഡോട്ട്സ് കണക്ട് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ചതിനേക്കാളും വളരെ നല്ല കാര്യമായിരിക്കാം ഫ്യൂച്ചറിൽ വന്നു ചേരുന്നത്. ഒരുപാട് മുറിവേറ്റ ഒരാൾക്ക് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് അധികമായിരിക്കും കേട്ടോ. എല്ലാറ്റിലും നെഗറ്റീവ് ചിന്തകൾ ഒന്ന് കൂടും. പക്ഷേ മുറിവേറ്റത് കൊണ്ടാണ് എനിക്ക് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. ഹീല് ചെയ്യുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ആരൊക്കെയോ മുറിവേൽപ്പിച്ചിട്ടുണ്ടാവാം, നമ്മൾ തന്നെ നമ്മളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ഇനി അങ്ങോട്ടേക്ക് അത് സുഖപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ കടമ തന്നെയാണ്. എപ്പോഴും പ്രശ്നത്തിലേക്ക് മാത്രം നോക്കാതെ ഇനി അങ്ങോട്ടേക്ക് എന്ത് ചെയ്യാം? ഓരോന്നിൻ്റെയും സൊല്യൂഷൻ മാത്രം നോക്കാം. അതിലൂടെ തന്നെ നമ്മുടെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആവും. ഒരാഴ്ചയെങ്കിലും നോക്കുക. ഒരാഴ്ച ഗ്രാറ്റിറ്റ്യൂഡിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ദൈവത്തോട് നന്ദി പറയാൻ പറ്റുന്ന, അൽഹംദുലില്ലാ പറയാൻ പറ്റുന്ന കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്താൽ തന്നെ ലൈഫ് ബ്രൈറ്റ് ആവുന്നത്, ഒരു തിളക്കം വരുന്നത്, കുറച്ചുകൂടി വെളിച്ചം കൂടുന്നത് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ലൈഫിലുള്ള പ്രശ്നങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിനൊക്കെ ഉള്ള ചെറിയ ചെറിയ സൊല്യൂഷൻ എന്താണ് എന്ന് എഴുതി നോക്കിയാൽ തന്നെ ലൈഫിൻ്റെ വെളിച്ചം കൂടുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരാഴ്ച ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഒരു 3 ദിവസമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ ജീവിക്കുമ്പോൾ ലൈഫിൽ പിന്നെ മോട്ടിവേഷൻ ഉണ്ടാവില്ല. മോട്ടിവേഷൻ പരതിയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഫ്രീ ആയിട്ട് ഡോപ്പമിൻ കിട്ടുമ്പോൾ പിന്നീട് നമ്മുടെ ലൈഫിൽ വേണ്ട നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഡോപ്പമിൻ ഉണ്ടാവില്ല. നമ്മൾ മൊത്തത്തിൽ ലൈഫ് അങ്ങ് നഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്ക് എത്തും. ഇത്രയും കേട്ടതിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ സക്സസ്സിന് തടസ്സമാവുന്നത് നമ്മുടെ ചിന്തകളാണ്. ഈവൻ നമ്മൾ നമ്മുടെ റബ്ബിനെക്കുറിച്ച്, ഓൾമൈറ്റിയെക്കുറിച്ച് എങ്ങനെയാണ്, നമ്മുടെ ലോഡിനെക്കുറിച്ച് നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? ഞാൻ ഇന്ന കാര്യം ചെയ്തതുകൊണ്ട്, ഇന്ന തെറ്റ് ചെയ്തതുകൊണ്ട് എനിക്കിനി രക്ഷയില്ല, ദൈവം പോലും എന്നെ സഹായിക്കില്ല എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ദൈവത്തിനെ കാണുന്നത്? നിങ്ങൾ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണ്?
ലൈഫിൻ്റെ ഏറ്റവും ലോ ആയിട്ടുള്ള പോയിന്റിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ മതഗ്രന്ഥം വായിക്കാനേ ഞാൻ പറയുള്ളൂ. കാരണം അതിലൊരിക്കലും നെഗറ്റിവിറ്റി ഉണ്ടാവില്ല. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അവിടെ കാണാനായിട്ട് കഴിയും. കൂടുതൽ ദൈവത്തെക്കുറിച്ച് പഠിക്കാനായി ശ്രമിക്കാം. വിശ്വാസിയാണെങ്കിൽ ദൈവത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഞാൻ ഖുർആൻ ചാനലിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അടുത്തടുത്ത വീഡിയോസിൽ മെല്ലെ മെല്ലെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനി അങ്ങോട്ടേക്ക് എന്ത് മാറ്റമാണ് നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്? നിങ്ങളുടെ ചിന്തയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത്? മെയ് 4 സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, അതായത് നാളെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന മെൻ്റൽ ഹൈജീൻ ഗ്രൂപ്പിനെ കുറിച്ച് മറക്കണ്ട. ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ ബൈ.